ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. സത്യം ദുഃഖമാണുണ്ടേ തള്ളല്ലോ സുഖപ്രദം എന്ന് പാടാൻ ഇന്ന് നമുക്കൊരു കവിയില്ല. മുൻ മന്ത്രിയും മഹാകവിയുമായ ജി സുധാകരൻ ഇനി ഈ മനസ്സിൽ കവിതയില്ല എന്ന് പണ്ട് സുഗതകുമാര ടീച്ചർ പാടിയതുപോലെ മൗന വാത്മീകത്തിലാണ്. ഈ പ്രതിസന്ധി പരിഹരിക്കാനാണ് ഗൂഗിൾ ഗിഗിൾസ് ഒരു അഭിപ്രായ സർവേ തള്ളുകളെക്കുറിച്ച് മാത്രം നടത്തി ഫലം പുറത്തുവിട്ടാലോ എന്ന് ചിന്തിച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 19-ാം തീയതിക്ക് ശേഷം സർവേകൾ പാടില്ല എന്ന് വിലക്കിയിട്ടുള്ളത് മൂലം അതും കോഞ്ഞാട്ടയായി. എങ്കിലും കണ്ണിൽപ്പെട്ട ചില തള്ളുകൾ എടുത്തു കാട്ടുക മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. തള്ളുമാല എന്നാണ് ഈ പരിപാടിയുടെ പേര്. ഇത്രയേ ഉള്ളോ തള്ളെന്ന് ആരും ചിന്തിക്കരുത്. ഇപ്പോൾ ഇതുകൊണ്ട് സമാധാനിക്കുക. പുതിയ തള്ളുകൾ വരുമ്പോൾ അതും തള്ളാം. ഇന്നത്തെ പ്രധാന തള്ള് UAE-യിൽ നിന്നുള്ള തള്ളാണ്. നമ്മുടെ BJP നേതാവ് അബ്ദുള്ളക്കുട്ടിക്ക് ഗൾഫ് രാജ്യങ്ങളിൽ എവിടെയും ടൂറിസം മന്ത്രിയാകാൻ ക്ഷണം കിട്ടിയിരിക്കുന്നു. ദുബായിലോ ഒമാനിലോ എവിടെ വേണമെങ്കിലും അവിടെയാകാം. 1 വർഷം പെയ്യാനുള്ള മഴ മുഴുവൻ ഒരു ദിവസം കൊണ്ട് പെയ്തപ്പോഴുള്ള പകപ്പിലാണ് ഗൾഫിലെ ഷെയ്ഖുമാർ. അപ്പോഴാണ് ആകാശത്തെ മഴക്കാറൊക്കെ കുപ്പിയിലാക്കി പണമാക്കാനുള്ള പണി BJPക്ക് അറിയാമെന്ന് ഇദ്ദേഹം പ്രസംഗിച്ചത്. കേരളത്തിനു വേണ്ടി പുഴുങ്ങി വാങ്ങി വച്ചിരിക്കുന്ന ആ പദ്ധതി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനു വേണ്ടി അബ്ദുള്ളക്കുട്ടി തള്ളിയപ്പോൾ അത് ഗൾഫിലെത്തി. കേട്ടപ്പോൾ ഷെയ്ഖുമാർ വിളിയോട് വിളി. അബ്ദുള്ളക്കുട്ടിയുടെ ആ തള്ള് ഒന്ന് കേട്ടു നോക്കൂ. നിങ്ങൾ സുരേഷ് ഗോപിയെ കൃഷ്ണകുമാറിനെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് ഡോളർ വന്നിറങ്ങുന്ന വരുമാനമുണ്ടാക്കുന്ന ടൂറിസ്റ്റ് ഡോളറിൻ്റെ വരുമാനമുണ്ടാക്കുന്ന നാടാക്കി ഞങ്ങൾ ഈ കേരളത്തെ മാറ്റും. പെട്രോൾ ഡോളറിൻ്റെ നാട് പോലെ ആകാശത്തുള്ള കാർമേഘങ്ങൾ അല്ലെങ്കിൽ മഴവെള്ളം സംഭരിച്ച് ലോകത്തിൽ ഏറ്റവും ശുദ്ധമായ കുടിവെള്ളം മാർക്കറ്റ് ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സെൻ്ററാക്കി കേരളത്തെ മാറ്റും. ഇത്തരം കേന്ദ്ര പദ്ധതികളൊക്കെ ശാസ്ത്രീയമായി ഉണ്ടാക്കാനും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനും വികസനം ആഗ്രഹിക്കുന്ന മലയാളികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്കൊരവസരം എന്താ, ഞങ്ങൾ കേരളത്തെ മാറ്റിമറിക്കും. ഇത് വെറുതെ പറയുന്നതല്ല, എനിക്ക് അത് പറയാനുള്ള നല്ല അർഹതയുണ്ട്. 15 വർഷം മുമ്പ് ഈ കേരളത്തിൽ ഹർത്താലും പണിമുടക്കും നോക്കുകൂലിയും ട്രേഡ് യൂണിയനിസമല്ല പേഡ് യൂണിയനിസവുമായി ഈ കേരളത്തെ എല്ലാവരും നശിപ്പിക്കുകയായിരുന്നു. അതിൽ RSPക്ക് പങ്കുണ്ട്, CPM-ന് പങ്കുണ്ട്, CIT-ന് പങ്കുണ്ട്, INTC എല്ലാ പേഡ് യൂണിയനിസ്റ്റുകാർക്കും പങ്കുണ്ട്. അന്ന് ഗുജറാത്ത് കണ്ടുപഠിക്കൂ, നരേന്ദ്രമോദിയെ കണ്ടുപഠിക്കൂ എന്ന് പറഞ്ഞ് ഇതിൻ്റെ പേരിൽ CPM പുറത്താക്കി പടിയടിച്ച് പിണ്ടും വെച്ച ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. അബ്ദുള്ളക്കുട്ടിയെ ഗൾഫിൽ നിന്നല്ലേ വിളിച്ചുള്ളൂ. വടകരയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ശൈലജ ടീച്ചറെ ഗാർഡിയനിൽ നിന്നും UN-ൽ നിന്നും CNN-ൽ നിന്നും BBC-യിൽ നിന്നും ഒക്കെ വിളിച്ച കാര്യം അല്പം പഴകിയ തള്ളാണെങ്കിലും ടീച്ചർ തള്ളുന്നതും ഒന്ന് കേട്ടു നോക്കൂ. PR കണ്ടമാനം ഉപയോഗിക്കുന്നവർക്കെല്ലാം PR ആണെന്ന് തോന്നുന്നു. നിങ്ങളറിയാൻ ഞാനൊരു കാര്യം പറയാം. ഞാൻ ആരോഗ്യമന്ത്രിയായപ്പോൾ എവിടെ നോക്കിയോ വിദേശത്ത് നോക്കിയോ ആളുകൾ വിളിച്ചിരുന്നു. എനിക്ക് ഈ ഇംഗ്ലീഷ് മീഡിയം ഇപ്പം വയറ് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ അതെല്ലാം ഞാൻ ആദ്യമായിട്ടാണ് അവരോടെല്ലാം സംസാരിച്ചത് ഈ കോവിഡ് കൈകാര്യം ചെയ്യുന്ന സമയത്ത്. 2020-ൽ വലിയ റിസൾട്ടായിരുന്നു കേരളത്തിൽ. കാരണം അന്ന് ന്യൂയോർക്കിലൊക്കെ ആളുകൾ ഇങ്ങനെ പടഞ്ഞു വീണ് മരിക്കുമ്പോൾ ഇവിടെ മരണസംഖ്യ വളരെ കുറവ്. അപ്പോൾ ചിലർ പറഞ്ഞ് പൂഴ്ത്തി വെച്ചു എന്ന് പറഞ്ഞു. അപ്പോഴാണ് 2020-ലെ ആകെ ഡെത്തിൻ്റെ കണക്കെടുത്തത്. ടോട്ടൽ ഡെത്തിൻ്റെ 2019-നേക്കാളും കുറവായിരുന്നു 2020. അങ്ങനെയുള്ള 5-6 പ്രദേശങ്ങളെ ഈ ഭൂമിയിലുണ്ടായിരുന്നുള്ളൂ. അതിലൊന്ന് ഇന്ത്യയിലെ കേരളമായിരുന്നു. അതെല്ലാം പഠിക്കുന്ന ആളുകളുണ്ടേ. നമ്മൾ അങ്ങനെ പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയ പലരും എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങളിത് നിയന്ത്രിക്കുന്നത്? നമുക്ക് മഹാരാഷ്ട്രയിലെ ആരോഗ്യമന്ത്രി രാജേഷ് തോപ്പെ ഒരു ദിവസം എന്നെ വിളിച്ചിരുന്നു. മേഡം, എങ്ങനെയാണ് നിങ്ങൾ ഈ പ്രൈവറ്റിനെയൊക്കെ അവിടെ സഹകരിപ്പിക്കുന്നത്? ഇവിടെ ഇവന്മാരൊന്നും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഇല്ലേ, ഞാൻ പറഞ്ഞു സാർ, ഞങ്ങൾ ആദ്യം തന്നെ അവരെല്ലാം വിളിച്ചു കൂട്ടി ഒരുമിച്ച് പോകണമെന്ന് മുഖ്യമന്ത്രി തന്നെ അവരോട് അഭ്യർത്ഥിച്ചിരുന്നു. അവരെല്ലാം ഞങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട്. അപ്പം ഞങ്ങളെല്ലാം പരസ്പരം വിളിക്കാറുണ്ട്. രാഷ്ട്രീയ വൈരാഗ്യം വെച്ചിട്ട് ഗോ വിളിക്കാനല്ല. അന്നേരം കുറേ ഈ ഇൻ്റർനാഷണൽ മീഡിയാസ്, BBC അങ്ങനെയാണ്. ഞാൻ സാധാരണ ഇൻ്റർനാഷണൽ മീഡിയക്കൊന്നും ഇൻ്റർവ്യൂ കൊടുക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇതൊരു ഇൻ്റർനാഷണൽ വിഷയമായതുകൊണ്ട് അവർ നിർബന്ധിച്ചു.
ഇവിടെ കേരളത്തിൽ നടക്കുന്നതെന്ന് പറയൂ എന്താ ചെയ്യുന്നതെന്നുള്ളത്. എന്താണ് ഞങ്ങളുടെ പ്രോട്ടോകോൾ, എന്താണ് ഞങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഒന്ന് വെളിവാക്കാമോ? അപ്പോൾ അവരോടെല്ലാം സംസാരിച്ചു. അങ്ങനെയാണ് ഗാർഡിയൻ എൻ്റെ ഓഫീസിൽ നേരിട്ട് വിളിക്കുക. ഒരു വലിയ പ്രൊഫഷൻ, അതുകൊണ്ടാണ് ഇൻ്റർനാഷണലായി അറിയപ്പെട്ടതെന്നാണ്. എനിക്ക് തന്നെ അറിയില്ല എങ്ങനെ അറിയപ്പെട്ടതെന്ന്. കേട്ടില്ല, അവർ വിളിച്ചു, ഞാനിവിടെ നടന്ന കാര്യങ്ങൾ പറഞ്ഞു സിമ്പിളായിട്ട്. അപ്പോൾ അവർ വന്ന് പരിശോധിച്ചു, അവർക്കെല്ലാം ശരിയാണെന്ന് തോന്നി. അങ്ങനെയാണ് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ എന്നെ പ്രസംഗിക്കാൻ വിളിക്കുന്നത്. എൻ്റെ ഒരു ഇംഗ്ലീഷ് പ്രസംഗത്തെ അത് വേറൊന്ന് തമാശയാക്കിയിട്ട് കൊടുത്തു. ഇയാളെ അങ്ങോട്ട് അയച്ചിട്ട് എന്താ കാര്യം? ഞാൻ വലിയൊരു ഇംഗ്ലീഷ് കാര്യമൊന്നുമല്ല, പക്ഷേ അത്യാവശ്യം ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. NDT പോലുള്ള മാധ്യമങ്ങൾക്ക് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്, ഡിസ്കഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിപ്പം ഒരു വലിയ ഇംഗ്ലീഷ് ഭാഷയിലെ പരിജ്ഞാനം കൊണ്ടൊന്നുമല്ല ഇവിടെ നടത്തുന്നത്. നമുക്കറിയാവുന്ന ഭാഷയിൽ പറയുക അത് അത്ര മോശമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഈ PR ടീമിനെ ഉപയോഗിച്ച് ശീലമുള്ളവർക്ക് എല്ലാം മഞ്ഞച്ച് കാണും. നമുക്കുണ്ട് അങ്ങനത്തെ PR ടീം തോന്നും. അത്രയേ എനിക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ളൂ. പ്രധാനപ്പെട്ട 3 വിഷയങ്ങളിലാണ് കേന്ദ്രീകരിക്കുന്നതെന്ന് പറഞ്ഞു. പാനൂർ നടന്ന ബോംബ് സ്ഫോടനം നടന്ന നിമിഷങ്ങളെല്ലാം പോലെ ഞങ്ങൾ പറഞ്ഞു അതിലുള്ള ആരുമായും CPM-ന് ബന്ധമില്ല. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ ഏരിയ സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ട്. ഈ കുട്ടികളിൽ ഒരാളിൻ്റെ അച്ഛൻ ഇപ്പോഴും പാർട്ടി അനുഭാവിയാണ്, അദ്ദേഹം നാണുവട്ടൻ. അദ്ദേഹം പറഞ്ഞു അവനെ ഞാൻ തിരുത്താൻ ശ്രമിച്ചു, നന്നായില്ല. എൻ്റെ പാർട്ടി കഴിവതും ശ്രമിച്ചു അവനെ തിരുത്താൻ, നന്നായില്ല. എന്താ ചെയ്യുക, ചില യുവാക്കളുടെ പ്രവർത്തനം ഇങ്ങനെയായി പോകുമ്പോൾ പിടികൂടുക, ശിക്ഷിക്കുക എന്നല്ലാതെ. അതുകൊണ്ട് കോൺഗ്രസിനകത്ത് തന്നെ ഇന്നലെ ഞാൻ പോയെടുത്തൊരു പഴയ കരുണാട്ടൻ നാദാപുരം മേഖലയിൽ പര്യടനം നടത്തുമ്പോൾ കരുണാട്ടൻ്റെ സ്റ്റേജിൽ വന്നിട്ട് പണ്ടേ ഭയങ്കര കോൺഗ്രസ്സാണ്, പ്രായമുള്ള ഒരാളാണ്. എന്നോട് പറഞ്ഞു, ടീച്ചറെ ഞാൻ നിങ്ങളൊന്നിച്ച് നിൽക്കുകയെന്ന്, കോൺഗ്രസ് ഒന്നും ശരിയല്ല. ഞാൻ പറഞ്ഞു കരുണാട്ടൻ നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം, ജയിച്ചു കഴിഞ്ഞാലും ഞങ്ങൾ ഒന്നിച്ചുണ്ടാവും. ഞാൻ പറഞ്ഞു നിങ്ങൾ വേണം, ജയിച്ചാൽ നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞു. വെറുതെ അല്ലല്ലോ. അപ്പോൾ കോൺഗ്രസ് ഒന്ന് ആലോചിക്കണം, കോൺഗ്രസ് ചെയ്യേണ്ടതാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ആശയങ്ങൾ, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ആശയത്തെ തീരെ ഓപ്പോസിറ്റാക്കിയിട്ട് വ്യാജമായി എന്ന് വെച്ചാൽ പഞ്ചിയും മാസ്കും PPE കിറ്റും ഒക്കെ വാങ്ങിച്ചത് വലിയ വിലക്കാണ് അഴിമതി നടത്തിയെന്ന് അങ്ങ് പറയുക. അതെപ്പോഴാണ് നടന്നിട്ടുള്ളത്? അത് മുമ്പ് എപ്പോഴാണ് നടന്നിട്ടുള്ളത്? അതുകൊണ്ട് ഞാൻ അതിന് പരാതി പറയുമ്പം പണ്ടിങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ല എന്ന് പറയാനാണ് വേണ്ടത്. ആ പണ്ട് നടന്നതിന് അന്നേരം അത് പ്രതികരണം ഉണ്ടായിട്ടുണ്ട്, അന്നേരം എന്താ വേണ്ടത് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളാരും അതിനൊന്നും അനുകൂലിക്കുന്നില്ല എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഇപ്പം ചെയ്തിട്ടുള്ളത് അതാണോ? നിങ്ങളെന്താ വളരെ ലളിതമായിട്ട് കാണുന്നത്? ഞാനൊരു രാഷ്ട്രീയ നേതാവും കൂടിയാണ്, വെറും ഒരു വനിത എന്നുള്ള നിലയിൽ മാത്രമല്ല ഞാൻ പറയുന്നത്. ഞാനൊരു രാഷ്ട്രീയ നേതാവാണ്. എല്ലാ പുരുഷന്മാരെയും പോലെ അവകാശമുള്ള, പൂർണ്ണ ഉത്തരവാദിത്വമുള്ള എൻ്റെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ഞാൻ. എന്നാലും ഞാനൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഞാൻ കൈയാളുന്ന ആശയത്തെ പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിച്ച് പ്രചരണം നടത്തുക തെരഞ്ഞെടുപ്പ്. നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധി അറസ്റ്റിലാകാത്തത് എന്തെന്ന് EP ജയരാജൻ. ഇതിന് മറുപടി പറഞ്ഞിട്ട് പിണറായിയെ അറസ്റ്റ് ചെയ്യാത്തതിനെ പറ്റി ചോദിച്ചാൽ മതി. എന്തടിസ്ഥാനത്തിലാണ് പിണറായിയെ അറസ്റ്റ് ചെയ്യേണ്ടതെന്നും EP ചോദിച്ചു. ആദ്യം രാഹുൽ ഗാന്ധി മറുപടി പറയേണ്ടത് നാഷണൽ ഹെറാൾഡ് കോൺഗ്രസിൻ്റെ മുഖപത്രം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 800 കോടിയുടെ അഴിമതിയാണ് നടന്നത്. എന്താ രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്യാത്തത്? രാഹുൽ ഗാന്ധി തന്നെ സ്വയമേക ചോദിച്ചു നോക്ക്. സ്വന്തം ചോദിച്ചതിന് ശേഷം പിണറായി വിജയന് നേരെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് നേരെ പറയുന്നതായിരിക്കും കുറെ കൂടി ശരി. മോർഫ് ചെയ്ത വീഡിയോ പ്രചരിപ്പിച്ചെന്നല്ല താൻ പറഞ്ഞതെന്ന് വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജ. ചിത്രം പതിച്ച മോശം പരാമർശമുള്ള പോസ്റ്റാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. അന്നത്തെ വാർത്താ സമ്മേളനം നോക്കിയാൽ ഇത് മനസ്സിലാകും. വീഡിയോ എവിടെയെന്ന് ഇപ്പോൾ ചിലർ ചോദിക്കുന്ന സാഹചര്യത്തിലാണ് ഇക്കാര്യം പറയുന്നത് എന്നും ശൈലജ വടകരയിൽ പറഞ്ഞു. വീഡിയോ എവിടെ ചോദിക്കുന്നുണ്ടെന്നാണ് കേട്ടത്. എന്റെ പത്രസമ്മേളനം കേട്ടുള്ളൂ. ഞാൻ പറഞ്ഞത് പോസ്റ്റർ എന്നാ. വീഡിയോ ക്ലിപ്പുകളൊക്കെ നുണപ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ മറ്റേ ചിത്രം പറഞ്ഞത് ഞാൻ ഒരു പോസ്റ്ററിൽ ഒരു ചിത്രം അതിന്റെ തല മാറ്റിയിട്ട് എന്റെ തല ഒട്ടിച്ചിട്ട് വികൃതമായി കൊടുത്തിട്ടുണ്ടെന്ന ആരാ ഈ മനോരോഗികൾ? കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ലെന്ന് ചോദിക്കുന്ന രാഹുൽ ഗാന്ധിയോട് താങ്കളുടെ പഴയ പേരാവർത്തിക്കാൻ ഇടവരുത്തരുതെന്നായിരുന്നു പിണറായിയുടെ മറുപടി. യാത്ര നടത്തിയപ്പോൾ കുറച്ച് മാറ്റം വന്നെന്നാണ് കരുതിയത്. അന്വേഷണമെന്നും ജയിലെന്നും കേട്ടാൽ പേടിച്ചു പോകുന്നവരല്ല താനടക്കമുള്ളവരെന്നും ലാവ്ലിൻ കേസ് പരാമർശിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു. രാഹുൽ ഗാന്ധി, നേരത്തെ നിങ്ങൾക്കൊരു പേരുണ്ട്,
ആ രീതിയിൽ തന്നെ അതിൽ നിന്ന് മാറിയിട്ടില്ല എന്നൊരവസ്ഥ ഉണ്ടാക്കരുത് കേട്ടോ. അത് നല്ലതല്ല. ഇപ്പോൾ ജയിലിൽ നിന്ന് കേട്ടാൽ നിങ്ങളെ അശോക് ചവാനെ പോലെ അയ്യോ എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്നവരല്ല കേട്ടോ. BJPക്കെതിരെ പോരാടുന്ന പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാനാണ് രാഹുൽ പറയുന്നത്. ഇതിലൂടെ എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന് ബൃന്ദ കാരാട്ട് ചോദിച്ചു. A national leader of the Congress party demanding the arrest of a chief minister who is fighting the BJP RSS. പിണറായി BJPയുടെ മൗത്ത് പീസ് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. BJPയെ പ്രീണിപ്പിക്കാൻ രാഹുലിനെ പരിഹസിക്കുന്നു. മോഡിയുടെ മൗത്ത് പീസ് ആണെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. മോഡിയുടെ മൗത്ത് പീസാണ്. അദ്ദേഹത്തിന്റെ ശത്രു രാഹുൽ ഗാന്ധിയും കോൺഗ്രസുമാണ്. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ, ഈ ന്യൂനപക്ഷ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഈ നാടകം മുഴുവൻ ഈ പിണറായി വിജയൻ 35 ദിവസമായിട്ട് കാണിക്കുന്നത്. പിണറായിയെ വിളിച്ച ഒരു മൊഴി പോലും ED എടുക്കാത്തത് BJP പിണറായി ബന്ധം കൊണ്ടെന്നും VD സതീശൻ പറഞ്ഞു. സവിശേഷമായ മറ്റൊരു തള്ളോടെ നമ്മുടെ ഈ തള്ളുമാല അവസാനിപ്പിക്കാം. അത് മറ്റാരുമല്ല, കേരളത്തിൽ നമ്മുടെ പിണറായിയുടെ തോളിൽ കൈയിട്ട് നടന്ന് കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൻ്റെ 7 അയലത്ത് പോലും വരില്ല എന്ന് പറയുന്ന നമ്മുടെ അള്ളാപ്പള്ളി നടേശൻ്റെ തള്ളോടെ ഈ തള്ളുമാല അവസാനിക്കുന്നു. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ അവർ കൂടുതലും കിട്ടും. NDAക്ക് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും വോട്ടിംഗ് പെർസെൻറ്റേജ് വളരെ കൂടുതൽ കേരളത്തിൽ കിട്ടിയിരിക്കും. എന്തായിരിക്കും കാരണം? രാമക്ഷേത്രവും മോദി തരംഗവും നല്ലപോലെ കേരളത്തെയും ബാധിച്ചിട്ടുണ്ട്. അതിൻ്റേതായ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടും. സംഭവിക്കും. ഞങ്ങൾ ഇന്നലെ ശ്രീ തുഷാറിനെ കണ്ടു. സർക്കാർ ഇത്തവണ വരും എന്ന് തോന്നുന്നുണ്ടോ? അതായത് ഇന്ത്യ മുന്നണി ഇപ്പോഴും ആത്മവിശ്വാസമൊക്കെ ഉണ്ട്, പല വെല്ലുവിളിയൊക്കെ ഉണ്ടെങ്കിൽ പോലും. ഒരു കാരണം വെച്ചാൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് അതിൻ്റെ അയൽപക്കത്ത് പോലും വരികയില്ല.